ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി സമസ്ത നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതിനു പുറകെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വീണ്ടും LDF പരസ്യം. ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സുരക്ഷ LDFിലൂടെ എന്ന് വ്യക്തമാക്കുന്ന പരസ്യത്തിനെതിരെ നേരത്തെ മുസ്ലിം ലീഗ് അണികളിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനിടെ സമസ്തയുടെ ലീഗ് അനുകൂല വിഭാഗം നടത്താനിരുന്ന വാർത്താസമ്മേളനം മാറ്റി. സമസ്ത ഇടപെട്ടാണ് വാർത്താസമ്മേളനം മാറ്റിയതെന്നാണ് സൂചന. മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന സമസ്തയിലെ ഒരു വിഭാഗത്തെ ലക്ഷ്യം വെച്ച് CPM ചരടുവലികൾ തുടങ്ങിയിട്ട് ഏറെയായി. സംഘടനയ്ക്കുള്ളിൽ ഭിന്നിപ്പ് രൂക്ഷമാക്കുക എന്നതാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. ഇതാണിപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് അഭ്യർത്ഥിച്ച് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ വരുന്ന പരസ്യങ്ങളിലും പ്രകടമാവുന്നത്. പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന KK ഹംസയ്ക്ക് വേണ്ടി സമസ്തയിലെ ഒരു വിഭാഗം വോട്ടഭ്യർത്ഥിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിയിട്ടിരുന്നു. ഇതിന് പിന്നാലെ സുപ്രഭാതത്തിൽ വന്ന ഇടതുപക്ഷത്തിന്റെ പരസ്യത്തിനെതിരെ പൊന്നാനിയിലടക്കം പത്രം കത്തിച്ചാണ് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ഇതിനെതിരെ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന സമസ്ത മുശഫറ ഉമ്മർ ഫൈസി മുക്കം രംഗത്ത് വരികയും ചെയ്തു. ഈ നിലപാടിനെതിരെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പ്രതികരിച്ചതോടെയാണ് ഭിന്നിപ്പ് രൂക്ഷമായത്. ഇതിനിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേക ബന്ധത്തിന് തകരാറുണ്ടാക്കുകയും തെറ്റിദ്ധാരണകൾ പരത്തുകയും ചെയ്യുന്ന അനാവശ്യ പ്രചരണങ്ങൾ എല്ലാവരും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് സമസ്ത നേതൃത്വം ഒന്നിച്ച് പ്രസ്താവന ഇറക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇന്നത്തെ സുപ്രഭാതം പത്രത്തിൽ ഇടതുപക്ഷത്തിന്റെ പരസ്യം വീണ്ടും 1-ാം പേജിലും 2-ാം പേജിലും വരുന്നത്. അവസാന പേജിൽ UDFന്റെ പരസ്യം നൽകി സമവായത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തെ അനുകൂലിച്ച് സമസ്തയിലെ ഒരു വിഭാഗം സ്വീകരിക്കുന്ന നിലപാട് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കുമാണ് വഴിയിട്ടേക്കുക. അമൃത ന്യൂസ്, കോഴിക്കോട്.